Hi dear students, good morning. Welcome back to our Hindi class. അപ്പോൾ നമ്മുടെ ഹിന്ദിയിലെ 9th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ ഹിന്ദിയിലെ ലാസ്റ്റ് ചാപ്റ്ററായ 12 ചാപ്റ്റർ ആത്മനിർഭരത എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എക്സാം അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ എക്സാം പോലെയല്ല, കുറച്ച് ടൈറ്റായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇതുവരെ എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് എഴുതിയതായിരുന്നു. ഇനി അങ്ങനെയല്ല, ഇനി നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതായത് സെൻറ്റൻസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് ലാസ്റ്റ് ചാപ്റ്ററായ ആത്മനിർഭരത. അതായത് ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ സ്വാശ്രയത്വം, ഒരാളെയും ആശ്രയിക്കാതെ സ്വയം ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളത് മീനിങ് ആണ്. ആത്മനിർഭരതയുടെ മീനിങ് സ്വാശ്രയത്വം. അപ്പോൾ ഈ സ്റ്റോറിയിൽ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ, ഇതിലൊരു കർഷകനുണ്ട്, നൻകു, അയാളുടെ പേരാണ് നൻകു. പിന്നെ ഇതിലുള്ളത് 4 പക്ഷികളെ കണ്ടല്ലോ, ഇവരെ പറയുന്ന പേരാണ് സാരസപക്ഷി. സാരസപക്ഷി എന്ന് പറഞ്ഞാൽ കൊക്കിനെ പറയുന്ന സാരസപക്ഷി. അതിൽ സാരസപക്ഷിയുണ്ട്, അവരുടെ 2 കുട്ടികളായിട്ടുള്ള ടിങ്കു ആൻഡ് പിങ്കു. ടിങ്കു ഓർ മിങ്കു ആണ് ഈ കുട്ടികളുടെ പേര്. അപ്പോൾ ഇവർ 5 ആളടങ്ങുന്ന ഒരു സ്റ്റോറിയാണിത്. ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഫാസ്റ്റ് ഓൺ മോർ റീഡ്, ലിസൺ. आत्मनिर्भरता। फर्स्ट, नैनकू के खेत में सारस का जोड़ा रहता था। मादा सारस ने वहाँ अंडे दिए। कुछ दिन बाद अंडों में से बच्चे निकल आए। बच्चे आस पास घूसने लगे, पर उन्होंने अभी तक उड़ना नहीं सीखा था। प्रिय सारस, फिक्र हो रही है, फसल पककर तैयार हो गई है, अब किसान फसल काटेगा। हाँ प्रिय, अब बच्चों को उड़ने का अभ्यास करवाओ। टिंगो और मिंगो, हम खाना लाने जाते हैं, कोई आदमी आए तो शोर मत करना, उनकी बातें ध्यान से सुनना। पापा पापा, खेत का मालिक आया था, वह कह रहा था कि कल गांव वालों के साथ आकर फसल काटेगा. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ പറയണ എന്താണ്, ഒരു നൻകു എന്ന് പറയുന്ന ഒരു കർഷകനുണ്ട്. അയാൾക്ക് വയലുണ്ട്. വയലിൽ നല്ല വിളവ് പാകമായി മൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ വയലിൽ ആണ് ഇവർ സാരസപക്ഷികൾ താമസിക്കുന്നത്. ഈ സാരസപക്ഷികൾ ഇണ ചേർന്നിട്ട് ഇവിടെ ഈ വയലിൽ ഇണ ചേർന്നിട്ട് അതിലുള്ള പെണ്ണ് സാരസക്കിളി ഉണ്ടല്ലോ, പെൺകൊക്ക്, അത് അവിടെയാണ് മുട്ടയിടുന്നത്. അങ്ങനെ അത് അവിടെ മുട്ടയിട്ട് അതിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ പുറത്ത് വന്ന് ആ കുഞ്ഞുങ്ങളെ നടത്തം പഠിപ്പിക്കുന്നതും പറക്കാൻ പഠിപ്പിക്കുന്നതുമൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ പേരാണ് ടിങ്കു ഓർ മിങ്കു. ഇവർ അവിടെ വയലിലാക്കിയിട്ട് ഇവർ ഈ സാരസപക്ഷികൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടിയിട്ട് പോകുന്നതും മറ്റും കാര്യങ്ങളാണ്. അങ്ങനെ ഇവർ പോയി വരുമ്പോഴേക്കിന് ഇവർ കുഞ്ഞുങ്ങളെ പറഞ്ഞേൽപ്പിക്കുകയാണ്, എന്ത്, നിങ്ങൾ ആര് വന്നാലും ബഹളമൊന്നും ഉണ്ടാക്കരുത്, നിങ്ങൾ അവർ പറയുന്നത് എന്താണോ അത് ശ്രദ്ധിച്ച് കേൾക്കണം, ചെറിയ കുഞ്ഞുങ്ങളല്ലേ. എന്നിട്ട് ഇവർ 2 പേരും കൂടെ ഈ 2 ഇണകൾ കുട്ടികൾക്ക് ഭക്ഷണം തേടിയിട്ട് പോവുകയാണ്. അങ്ങനെ നൻകുൻ്റെ വയലിൽ നൻകു ഇടയ്ക്കിടയ്ക്ക് വരും, വന്ന് നോക്കിയിട്ട് വിളവ് പാകമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എന്നിട്ട് പാകമായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പറയും, ഞാൻ നാളെ വന്ന് വെട്ടും. ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഇവർ ഈ നൻകുവിൻ്റെ വയലിലാണ് താമസിക്കുന്നതും മുട്ടയിടുന്നതൊക്കെ. അപ്പോൾ ഇവരുടെ വയൽ വെട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. പിന്നെ ഇവർക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം. അങ്ങനെ എന്നും നൻകു വരും, ഓരോ ദിവസം വന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയും, നാളെ വരും, നാളെ ഞാൻ വെട്ടും. അങ്ങനെ പിറ്റത്തെ ദിവസം വരും, പിന്നെയും വരും, ഞാൻ വെട്ടും, നാളെ വന്നിട്ട് ഞാൻ വെട്ടും, ഈ വിളവ് വെട്ടും.
അത് പറയാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ അമ്മയും അച്ഛനും വരുമ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയോടും അച്ഛനോടും പറയുന്നതാണ്. അങ്ങനെ ഇവർ ടെൻഷൻ അടിച്ച് വേറെ സ്ഥലം അന്വേഷിച്ച് പോകുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട്. ചെറിയൊരു സ്റ്റോറിയാണ്, അപ്പോൾ ശ്രദ്ധിക്കാം. നൻകു കെ ഗേത്ത് മേം സാരസ് കാ ജോഡ രഹ്താ ഥാ. നൻകുവിൻ്റെ വയലിലാണ് സാരസപക്ഷികൾ ഇണചേർന്ന് താമസിക്കുന്നത്. മാതാ സാരസ്നെ വഹാം അണ്ടേ ദിയേ. മാതാ സാരസ് എന്ന് പറഞ്ഞാൽ ഈ ഇണക്കിളി, അതായത് ഇണക്കിളിയിലെ മാത എന്ന് പറഞ്ഞ പെൺകൊക്ക് അവിടെയാണ് മുട്ടയിടുന്നത്. കുച്ച് ദിൻ ബാദ് അണ്ടോ മേംസെ ബച്ചെ നിക്കൽ ആയേ. അതായത് ആ നൻകുവിൻ്റെ വയലിലാണ് ഈ പെൺകൊക്ക് പോയി മുട്ടയിടുന്നത്. അങ്ങനെ കുച്ച് ദിൻ ബാദ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അണ്ടോ മേംസെ മുട്ടകളിൽ നിന്ന് ബച്ചെ നിക്കൽ ആയേ കുട്ടികൾ പുറത്തു വന്നു. ബച്ചെ ആസ് പാസ് ഗുസ്നെ ലഗെ പർ ഉനോംനെ അബി തക് ഉഡ്നാ നഹീം സീക്കാത. കുഞ്ഞുങ്ങൾ പുറത്തു വന്നെങ്കിലും കൂടിയിട്ട് അവരെന്താണ് ചുറ്റുഭാഗമൊക്കെ കറങ്ങി കാണാനാണ് തുടങ്ങിയത്. പക്ഷേ അവരെ എന്താണ് പർ എങ്കിലും ഉനോംനെ അബി തക് അവരെ ഇതുവരെ ഉഡ്നാ നഹീം സീക്കാത പറക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് അടുത്തത്. പ്രിയ സാരസ് ഫിക്ർ ഹോ രഹി ഹേ ഫസൽ പക്കർ തയ്യാർ ഹോ ഗയി ഹേ അബ് കിസാൻ ഫസൽ കാടേക. അങ്ങനെ ഇതിലെ ഇണക്കിളിയായ ഇണയോട് ഇത് പറയാണ്. പ്രിയ സാരസ് ഫിക്ർ ഹോ രഹി ഹേ, ചിന്തിച്ചിരിക്കണ്ട, നമ്മൾ ചിന്തിക്കാനൊന്നും ടൈമില്ല നമുക്ക്. എന്താണ് ഫസൽ പക്കർ തയ്യാർ ഹോ ഗയി ഹേ, നമ്മുടെ വിളവ്, നമ്മുടെ പോണ വിളവ്, വയലിലെ നമ്മൾ പോകുന്ന വയലിലെ വിളവുകളൊക്കെ പക്കർ തയ്യാർ ഹോ ഗയെ പാകമായി തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. അബ് കിസാൻ ഫസൽ കാടേക, ഇപ്പോൾ ഇനി എന്താണ് ആ കർഷകൻ വന്നിട്ട് ഫസൽ കാടേക വിളവ് മുറിക്കും എന്ന് ഇണയോട് പറയുകയാണ്. അപ്പോൾ മറ്റ് ഇണക്കിളി പറയാണ് ഹാം പ്രീ അബ് ബച്ചോ ക ഉടനെ ക അഭ്യാസ് കർവാओ. അതേ പ്രിയ, എന്താണ് ഇപ്പോൾ കുട്ടികളെ നമ്മൾ പറക്കാൻ പഠിപ്പിക്കുന്നത് നല്ലതാണ്. നമുക്ക് എന്താണ് ഇപ്പം തന്നെ കുട്ടികളെ പറക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ എന്താണ് ഇവരുടെ അമ്മയും അച്ഛനും കുട്ടികളോട് പറയുകയാണ്, സാരസപക്ഷികൾ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, ടിങ്കു और മിങ്കു ഹം കാന ലാനെ ജാത്തേ ഹേ. ടിങ്കു മിങ്കു ഞങ്ങൾ എന്താണ് ഖാന ലാനെ ജാത്തേ ഹേ, ഭക്ഷണം അന്വേഷിച്ച് പോവുകയാണ്. കോയ് ആദ്മി ആയേ തോ, ഏതെങ്കിലും മനുഷ്യരാരെങ്കിലും ഇവിടെ വന്നാൽ അപ്പോൾ ഷേർ മത്ത് കർണ, ഷേർ എന്ന് പറഞ്ഞാൽ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. ഉൻകി ബാത്തേം ധ്യാൻ സെ സുന്ന, അവർ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഈ കുഞ്ഞുങ്ങളോട് ഇവരുടെ മാതാപിതാക്കൾ പറയുകയാണ്. അങ്ങനെ അവർ ഭക്ഷണം തേടിപ്പോയി. അങ്ങനെ ഇവർ വീട്ടിൽ, പിന്നെ അച്ഛനും വന്നതിന് ശേഷം കുഞ്ഞുങ്ങൾ അമ്മയോടും അച്ഛനോടും പറയണത്, പാപ്പാ കേത്ത് കാ മാലിക് ആയതാ. അച്ഛ എന്താണ് കേത്ത് കാ മാലിക് ആയതാ, വയലിൻ്റെ ഉടമസ്ഥൻ വന്നിട്ടുണ്ടായിരുന്നു. വഹ് കഹ് രഹാദ, അവർ പറഞ്ഞു എന്തെന്നാൽ കൽ ഗാവ് വാലോ കെ സാത്ത് ആക്കർ ഫസൽ കാടേക, നാളെ എന്താണ് ഞാൻ ഗ്രാമത്തിൽ വന്നിട്ട് ഫസൽ കാടേക വിളവ് മുറിക്കുമെന്ന് യജമാനൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. മനസ്സിലായല്ലോ? ഈ ഒരു ഫസ്റ്റത്തെ പേജ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത് ടെൻഷനോട് കൂടിയിട്ട് കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയോടും അച്ഛയോടും പറയാണ്. അപ്പോൾ അവർ പറയാണ്, നെഹീം അബി നെഹിം കാടേക അബി സമയ ലഗേക. ഇല്ല ഇപ്പോഴും ഒന്നും സമയമായിട്ടില്ല, അവരിപ്പോഴൊന്നും വരില്ല വിളവെടുക്കാൻ. അബി സമയ ലഗേക, ഇപ്പോഴും അതിന് സമയമായിട്ടില്ല എന്ന് അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളോട് പറയുകയാണ്. കുഞ്ഞുങ്ങൾ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, പിന്നെ ഇവർക്ക് പറക്കാനൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ഇതിലാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ വീണ്ടും ഇവർ കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ട് അവിടെ വയലിലാക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ 4 ദിൻ ബാദ് 4 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നൻകു വരികയാണ്. മമ്മി പാപ്പ ആജ് മാലിക് ने कहा कि गाँव वाले सौरती है कल अपने भाइयों के साथ आकर फसल काटूंगा. വീണ്ടും വന്നു ആര്, നൻകു. എന്നിട്ട് അമ്മയോടും അച്ഛയോടും പറയാണ്, മമ്മി പാപ്പ ഇന്നും മാലിക് യജമാനൻ വന്നു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഗാവ് വാലെ സോർത്തി ഹേ, ഗ്രാമത്തിലുള്ള ജനങ്ങളൊക്കെ സോർത്തരാണ്, അതുകൊണ്ട് കൽ അപ്പിനെ ഭായിയോം കെ സാത്ത് ആക്കർ ഫസൽ കാടുക,
അതുകൊണ്ട് ഞാൻ നാളെ തന്നെ എൻ്റെ സഹോദരന്മാരെയും കൂട്ടിയിട്ട് വന്നിട്ട് ഈ വിളവ് ഞാൻ വെട്ടുന്നതാണ് എന്ന് കുഞ്ഞുങ്ങളോട് എനിക്ക് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾ അന്നും വിഷമത്തോട് കൂടിയിട്ട് പറയുകയാണ്. അങ്ങനെ അന്നും സാരസപക്ഷികൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നെഹീം നെഹീം അബി ഓർ സമയിലേക്കേക, ഇല്ല ഇല്ല ഇപ്പോഴൊന്നും അതിന് സമയമായിട്ടില്ല എന്ന് വീണ്ടും പറയുകയാണ്. കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. എന്താണ് കാരണം, എന്താണ് ഈ കുട്ടികൾക്ക് ഇപ്പോഴും പറക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനുണ്ട് പറക്കാൻ കഴിയാത്തതിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ സാരസപക്ഷി മറ്റു പക്ഷിയോട് പറയുകയാണ്, പ്രീ ബച്ചെ ത്യോടാ ത്യോടാ ഉടനെ ലഗാഹേ, അതായത് എന്താണ്, കുട്ടികൾ കുറച്ചൊക്കെ പറക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബഹുത്ത് അച്ഛാ ലഗാ രഹാ ഹേ, ഇത് വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട് എന്ന് സാരസപക്ഷി മറ്റേ ഇണയോട് പറയുകയാണ്. അങ്ങനെ എന്താണ്, അബി ഫസൽ കടനെ മേ സമയ ലഗേഗ ചിന്താ മത്ത് കരോ, അങ്ങനെ പറയണത് എന്താണ്, ഇപ്പോഴും എന്താണ് ഫസൽ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. ചിന്താ മത്ത് കരോ, ഇനി ചിന്തിച്ചിരിക്കാനൊന്നും ടൈമില്ല എന്ന് ഈ സാരസപക്ഷി മറ്റ് ഇണയോട് പറയുകയാണ്. ഇനി എന്താണ്, കുഞ്ഞുങ്ങളെ നമ്മൾ പറക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ ടെൻഷനും പിന്നെന്താണ്, വയലിലേക്ക് ഇനി പോകാൻ പറ്റില്ല. വയൽ മുറിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ അഭയം തേടാൻ കഴിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറക്കാനും കഴിയില്ല. ആ ഒക്കെ ടെൻഷനാണ് ഇവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ പറയാണ്, ഇനി നമ്മൾക്ക് അബി ഫസൽ കടനേമ, ഇപ്പോൾ ഫസൽ മുറിക്കാൻ, വിളവ് മുറിക്കാൻ ടൈമായിട്ടുണ്ട്, സമയലേഖ സമയമായിട്ടുണ്ട്. ചിന്താ മത്തുകാരോ, ഇനി ചിന്തിച്ചിരിക്കാനൊന്നും ടൈമില്ല. ഹാം പ്രിയേ, അതേ പ്രിയ, പർ ഭയ് ലഗ്താ ഹേ, എങ്കിലും നമുക്ക് ഭയമുണ്ടാകുന്നു. നൻകൂനെ കൽ അപ്നെ ബേട്ടോം കെ സാത്ത് ആനെ കാ നിശ്ചയ കിയ, നൻകു വീണ്ടും നാളെ വന്നിട്ട് നമ്മളുടെ മക്കളോട് ഒന്ന് പറയുമെന്ത്, നാളെ വന്നിട്ട് ഈ ഫസൽ വീണ്ടും വെട്ടുമെന്ന് തീർച്ചയായിട്ടും അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ എന്തായാലും ഇനി അവർ വന്ന് വെട്ടുന്നതാണ് എന്ന് സാരസപക്ഷി അവരോട് പറയുകയാണ്. അങ്ങനെ വീണ്ടും വന്നിട്ടുണ്ട്. തീറ്റ തേടി പോയപ്പോൾ വീണ്ടും കുഞ്ഞുങ്ങളുടെ അടുത്ത് എനിക്ക് വന്നിട്ടുണ്ട്. കുച്ച് ദിൻ ബീത്ത് ഗയേ ഏക് ദിൻ ബച്ചോംനെ ബത്തായ, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏക് ദിൻ ബച്ചോംനെ ബത്തായ, ഒരു ദിവസം കുട്ടികൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്, ആജ് നൻകു കഹി രഹാത ഫസൽ പൂരി തര പക് ചുക്കി ഹേ, സാരി ദുനിയ സോർത്തി ഹേ, മേം കൽ സ്വയം ഫസൽ കാടിനെ ആഊക, ഇന്നും നൻകു വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത്, ഫസൽ പൂരി തര പക് ചുക്കി ഹേ, വിളവ് മുഴുവനും പാകമായിട്ടുണ്ട്. സാരി ദുനിയ, ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും സ്വാർത്ഥരാണ്. മേം കൽ സ്വയം ഫസൽ കാടിനെ ആവുക, അതായത് ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ സ്വാർത്ഥരാണ്, അവരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് നാളെ തന്നെ ഞാൻ സ്വയം വന്നിട്ട്, ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് തന്നെ വിളവ് വെട്ടിക്കൊണ്ട് പോവുകയാണ് എന്ന് വീണ്ടും അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്മയോടും അച്ഛയോടും ഈ കുട്ടികൾ പറയുകയാണ്. ഇപ്പോൾ സാരസപക്ഷികൾക്ക് മനസ്സിലായി, എന്ത്, ഇനി ഇവിടെ നിന്നിട്ട് രക്ഷയില്ല. കാരണം നാളെ എന്തായാലും യജമാനൻ വന്നിട്ട് വിളവ് വെട്ടിക്കൊണ്ട് പോകും. അതിനു മുന്നേ നമുക്ക് സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തണമെന്ന് ഇവർ ചർച്ച ചെയ്യാണ്. അങ്ങനെ എന്താണ്, നെക്സ്റ്റ് പേജ്, മാതാ സാരസ് ജൽദി ജൽദി സാമാൻ സമേട്ത്തി, അതായത് സാരസപക്ഷികൾ പെട്ടെന്ന് എന്താണ് ധൃതി പിടിച്ചിട്ട് വെപ്രാളത്തോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി പറക്കണം. ഭഗത് ഡിസി മച്ച് ജാത്തി ഹേ ടിങ്കു കത്താ ഹേ, ഭഗത് സി, അതായത് പരിഭ്രമിച്ചു കൊണ്ടുള്ള ഓട്ടത്തിൽ എന്താണ് ടിങ്കു പറയുകയാണ്, എന്ത്, अब खेत छोड़ने का समय आ गया है, चलो अंधकार होने से पहले किसी സുരക്ഷിത സ്ഥാൻ पर चलते हैं. സാരസപക്ഷി പറയാണ്, ഇപ്പോൾ എന്താണ് വിളവ് എടുക്കാൻ എന്തായാലും അവർ വരും. അതുകൊണ്ട് അബ് കേത്ത് ചോടിനെ, ഇപ്പോൾ നമുക്ക് ഈ വയൽ ഉപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട്. ചോടിനേക്കാ സമയം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട്. ചലോ വരൂ, അന്ധകാർ ഹോനെ സേ പഹലെ കിസി സുരക്ഷിത് സ്ഥാൻ പർ ചലത്തെ ഹെ, വരൂ നമുക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഏതെങ്കിലും സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്ന് സാരസപക്ഷികൾ പറയുകയാണ് കുഞ്ഞുങ്ങളോട്. കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ്, എന്ത്, ടഹരോ ക്യാ പതാ കൽബി ഇന്ന ആയേ, എന്താ പറയണത്, വിശ്രമിക്കാൻ ഇനി നമുക്ക് ഇവിടെ നാളെ പറ്റില്ലേ എന്ന് കുഞ്ഞുങ്ങൾ അമ്മയോട് അച്ഛയോട് ചോദിക്കുകയാണ്. നമുക്ക് എന്താണ് ഇനി ഇവിടെ നാളെ വിശ്രമിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഈ സാരസപക്ഷി പറയാൻ, നെഹീം ബേട്ട, ഇല്ല മക്കളെ, കൽ വഹ് ജരൂർ ആയേഗ, നാളെ അവർ തീർച്ചയായിട്ടും വരും. ദൂസരവും പർ ആശ്രിത് രഹ്നെ സേ കാം നെഹി, നമ്മളെന്താണ് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഒരിക്കലും ശരിയല്ല.
ജൽദി ചലോ, പെട്ടെന്ന് വരൂ. ഹമേം അപ്നാ കാര്യ സദാ സ്വയം കർണാ ചാഹിയെ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം ചെയ്യലാണ് ആവശ്യം എന്നീ സാരസപക്ഷികൾ കുഞ്ഞുങ്ങളോട് പറയുകയാണ്. മനസ്സിലായല്ലോ? നമുക്കിതിൽ നിന്നും എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞ ഹംനെ സീക്ക, നമ്മൾ പഠിച്ചത് എന്താണ്? അപ്നാ കാം സ്വയം കർണ, നമ്മൾ തന്നെ സ്വയം ചെയ്യുക. ഒരാളെ ആശ്രയിക്കാതെ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ സ്വയം നമ്മൾ ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതും ആത്മവിശ്വാസത്തോട് കൂടിയിട്ടും അതുപോലെ അഭിമാനത്തോട് കൂടിയിട്ടും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് സാരസപക്ഷികൾ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് മെസ്സേജ് തരികയാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ. ഇനി ഇതിലെ ചാപ്റ്ററിലെ താഴെ കൊടുത്തിട്ടുള്ള വേർഡ് മീനിങ് കണ്ടല്ലോ. ഈ വേർഡ് മീനിങ് ചെയ്യുക, വൊക്കാബുലറി ചെയ്യുക. നോട്ട്ബുക്കിലാണ് വേർഡ് മീനിങ്ങും വൊക്കാബുലറിയും ചെയ്യേണ്ടത്. പിന്നെ ഓറലി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ചെയ്യുക. പിന്നെ ടിക്ക് കറക്റ്റ് ആൻസറാണ്, അതും ടെക്സ്റ്റിൽ ചെയ്യുക. ഇതിലൊന്ന് മാത്രമേ ടെക്സ്റ്റ് ചെയ്യാനുള്ളൂ കേട്ടോ, ടിക്ക് ദി കറക്റ്റ് ആൻസർ. ബാക്കി ഫുള്ള് നോട്ട്ബുക്കിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓറലി ക്വസ്റ്റ്യൻസിൻ്റെ മീനിങ് പറയാം. അപ്പോൾ ആൻസർ ഓറലി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാതാ സാരസ്നെ അണ്ടേ കഹാം ദിയേ. മാതാ സാരസ് എന്ന് പറഞ്ഞാൽ, മാതാ എന്ന് പറഞ്ഞാൽ ആ പെൺകൊക്കാണ്. പെൺകൊക്ക് മുട്ട എവിടെയായിരുന്നു നൽകിയിരുന്നത്, അതായത് മുട്ട എവിടെയായിരുന്നു ഇട്ടിരുന്നത് എന്ന്. എവിടെയായിരുന്നു? വയലിലായിരുന്നു അല്ലേ? അപ്പോൾ ഖേത്ത് മേം ദി ആൻസർ, ഖേത്ത് മേം ദിയേ, വയലിലായിരുന്നു മുട്ട ഇട്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാരസ് കാ ജോഡ കഹാം രഹ്താ താ. സാരസ് കാ ജോഡ കഹാം രഹ്താ താ. സാരസപക്ഷികൾ ഇണ ചേർന്ന് എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? എവിടെയായിരുന്നു? നൻകുവിൻ്റെ വയലിലായിരുന്നു അല്ലേ? അപ്പോൾ ആൻസർ നൻകു കെ ഖേത്ത് മേം, നൻകുവിൻ്റെ വയലിൽ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ബച്ചോംനെ മാതാപിതാക്കോ ക്യാ കഹാ. കുട്ടികൾ മാതാപിതാക്കളോട് എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ആൻസർ ബച്ചോംനെ ബത്തായ, കുട്ടികൾ പറഞ്ഞു. കി എന്തെന്നാൽ, ഖേത്ത് മേ മാലിക് ആയാതാ, അതായത് വയലിൻ്റെ ഓണർ യജമാനൻ വന്നിരുന്നു. ഗാമ് വാലയ്ക്ക് സാത്ത് ഫസൽ കാടേക, ഗ്രാമത്തിലെ വിളവ് വെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, സാരസ്നെ ക്യോം കഹാ കി അബ് സമയ ലഗേക. സാരസപക്ഷികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? കി എന്തെന്നാൽ, അബി സമയ ലഗേക, ഇപ്പോൾ സമയമായില്ല. അബി സമയ ലഗേക, ഇപ്പോൾ സമയം ആയില്ല, സമയമായെന്ന് തോന്നുന്നു. സോറി, സാരസ്നെ ക്യോം, സാരസപക്ഷികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? എന്ത്? ഇപ്പോൾ സമയമായെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് സമയമായെന്ന് തോന്നുന്നു ഈ വയൽ ഉപേക്ഷിക്കാൻ. അതുകൊണ്ട് ഒരാളെയും ആശ്രയിക്കാതെ നമ്മൾ തന്നെ സ്വയം ജോലി കണ്ടെത്തി ജീവിക്കണമെന്ന് സാരസപക്ഷികൾ പറഞ്ഞു. അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞത്? ക്യോം കി ആൻസർ, ക്യോം കി കാം സ്വയം കർണേ സേ ഹി ഹോത്തി ഹൈ. എന്തുകൊണ്ടെന്നാൽ ജോലി നമ്മൾ സ്വയം ചെയ്യൽ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിൽ ചെയ്യാം. അടുത്തത് ശ്രവൺ കൗശൽ. പാഠാംശ കോ ധ്യാൻ സേ സുനെ और സഹി വികൽപ പർ ചിഹ്ന ലഗായ. താഴെ കൊടുത്തിട്ടുള്ള കറക്റ്റിന് ടിക്ക് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ്, മാലിക്കിനെ കഹാ ഗാം വാലെ ഡാഷ് ഹേ. മാലിക്കിനെ കഹാ, യജമാനൻ പറഞ്ഞു. ഗാമ് വാലെ, ഗ്രാമവാസികൾ. ഡാഷ് ഹേ, ആരാണെന്നാണ് പറഞ്ഞത്? ആൻസർ സോർത്തി ചാലാക്ക്. ഏതാണ് ആൻസർ? സോർത്തി. ഗ്രാമവാസികൾ സോർത്തരാണെന്നല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് സോർത്തി. നെക്സ്റ്റ്, കൽ അപ്പിനെ ഡാഷ് കെ സാത്ത് ആക്കർ ഫസൽ കാടേക. നാളെ എൻ്റെ ഡാഷിൻ്റെ കൂടെ വന്നിട്ട് വിളവ് വെട്ടും. ആരുടെ കൂടെ വന്നിട്ടാണ് വിളവ് വെട്ടും എന്ന് പറഞ്ഞത്? ബായ്യോം റിഷ്തേദാരോ, അതായത് സഹോദരന്മാരുടെ കൂടെയാണോ അതോ കൂട്ടുകാരുടെ കൂടെയാണോ? സഹോദരന്മാരുടെ കൂടെ അല്ലേ? അപ്പോൾ ബായ്യോം, ഫസ്റ്റ് ഓപ്ഷൻ ബായ്യോം. നെക്സ്റ്റ്, ബച്ചേ ഡാഷ് ഉടനെ ലഗേ ഹേ. കുട്ടികൾ ഡാഷ് പറക്കാൻ തുടങ്ങി. കുട്ടികൾ കുറച്ച് പറക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കുട്ടികൾ കുറച്ച് കൂടുതൽ പറക്കാൻ തുടങ്ങി. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷന്? ത്യോട, ഫസ്റ്റ് ഓപ്ഷൻ. കുട്ടികൾ കുറച്ച് പറക്കാൻ തുടങ്ങി. നെക്സ്റ്റ്, നൻകുനെ കൽ അപ്നെ ബേട്ടയ്ക്ക് സാത്ത് ആനേക്ക ഡാഷ് കിയ. നൻകു നാളെയും നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക്
വരും. ഡാഷ് കിയ തീർച്ചയായിട്ടും. അപ്പോൾ നിശ്ചയ്, വിശ്വാസ്, നിശ്ചയ് സെക്കൻഡ് ഓപ്ഷനാണ്. നിശ്ചയ് കിയ തീർച്ചയായിട്ടും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കുക. എന്നിട്ട് ഇതിലുള്ള വേർഡ് മീനിങ്, വൊക്കാബുലറി, ഓറലി ഇത് മൂന്നും നോട്ട്ബുക്കിൽ ചെയ്യുക. കറക്റ്റ് ടിക്ക് ഇടാനുള്ളത് ടെക്സ്റ്റിലും ചെയ്യുക. ഇത്രയുമുള്ളൂ ഇന്നത്തെ വർക്കുകൾ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ എക്സാം ആയിട്ടുണ്ട്, നല്ലോണം പഠിക്കുക, മനസ്സിലാക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.